يا رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു സൗഭാഗ്യം മാറ്റി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തും ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്ന മഹിതമായൊരു സ്ഥാപനം കൊണ്ടോട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം നിർധനരായ രോഗികൾക്കാണ് സഹായം ചെയ്തു വരുന്നത്. അതുപോലെ പാവപ്പെട്ട അഗതികളായ ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്ന ആ സംരംഭത്തിലേക്ക് പരിശുദ്ധമായ നല്ല ജുമാ നിസ്കാരത്തിന് വരുന്ന സമയത്ത് മുഴുവൻ ആളുകളും നല്ലൊരു സംഖ്യ തന്നെ അതിലേക്ക് എഴുതിക്കൊണ്ട് വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കാരണത്താൽ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മാറ്റി പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാത്തിഹ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, ചില അക്ഷരങ്ങൾ. ആദ്യമായി നാം ഫാത്തിഹ ഓതുമ്പോൾ അതിനു മുമ്പ് فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ കാവലിനെ ചോദിക്കണം. അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അത് സുന്നത്താണ്. അഊദു എന്ന വാക്ക് പറയുന്ന സമയത്ത് വളരെ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഊദു ഐനും അതുപോലെ ദാലും. ചില ആളുകൾക്ക് അഊദു എന്നുള്ളത് ഔസു ആയി പോകും. ദാലിൽ സാ ആകുന്ന ഒരവസ്ഥയാണ്. ഒരേ മഖ്റജിന്റെ അടുത്തടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് ഉച്ചരിക്കപ്പെടേണ്ട അക്ഷരങ്ങളാണ് ദാലും സാഹും അതുപോലെ സാഹും. ഈ 3 അക്ഷരങ്ങളും ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ദാല് കട്ടി കൂട്ടാതെയും സാദ് കുറച്ച് കട്ടി കൂട്ടിയിട്ടുമാണ് പറയുന്നത്. അപ്പൊ അഊദു ബില്ലാഹിന്ന് ഓതാൻ പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു. ഈ നാവ് മേലെ മുൻപതിന്റെ അരുവിൽ തട്ടിയിലാണുള്ള രീതി. അഊദു അഊദു അഊദു. അത് നമ്മൾ പറഞ്ഞ് ശീലിച്ച് ആ വാക്കുകൾ ശരിയാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരശുദ്ധിയോടുകൂടെ ജീവിതത്തോടുകൂടെ പരിശുദ്ധമായ ഖുർആനും ഫാത്തിഹയും എല്ലാ ആയത്തുകളുമായ രീതിയിൽ തന്നെ പഠിച്ച് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആകാൻ പാടില്ല, ദാലാനും ദാല് ആകാൻ പാടില്ല. ഔദൂന്നും പറ്റില്ല. ഔദു ബില്ലാഹി ഔദു ബില്ലാഹി പറ്റൂല, ഔസു ബില്ലാഹി പറ്റൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട അടിയൊഴിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ അക്ഷരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് ബാ ബിസ്മി ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ട വിഷയമാണ്. ബിസ്മി എന്നതിലെ ബാദിന് കസ്റ നൽകിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അല്ലാഹ് എന്നതിലെ ഹാ വ്യക്തമാക്കി പറയണം. ബിസ്മില്ലാഹി റഹ്മാൻ, ബിസ്മില്ലാഹി റഹ്മാൻ. ഹി എന്ന ഹാ വളരെ വ്യക്തമാക്കി പറയാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ
പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരും. റഹ്മാനി, അതുപോലെ റഹീം. അതിങ്ങനെ നമ്മൾ പറഞ്ഞ് ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷരം ഒഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പഠിക്കേണ്ട വിഷയമാണ്. റഹ്മാനി റഹീം, റഹ്മാനി റഹീം. ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ്. അതുപോലെ തന്നെ റഹീം, റഹ്മാൻ, അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ട അക്ഷരങ്ങളാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ രീതിയിൽ തന്നെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കണം. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾക്ക് അൽഹംദുലില്ലാഹി എന്നായിരിക്കും. ലില്ലാഹി എന്ന സ്ഥാനത്ത് ലില്ലാഹി എന്ന് പറയുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്താണ് അൽഹംദുലില്ലാഹി, അത് വളരെ വ്യക്തമായി തന്നെ ഉച്ചരിക്കേണ്ട വിഷയമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ആ രീതികളിലാണ് ഓരോ ആയത്തുകളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹി എന്നതിലെല്ലാം തർക്കീക്കാണ്. അൽഹംദുലില്ലാഹി എന്ന് പറയാൻ പറ്റില്ല, അൽഹംദുലില്ലാഹി. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പ് കസ്ർ വന്നാൽ തർക്കീഖ് ലില്ലാഹ് എന്ന സ്വരമാണ് ഉണ്ടാവുന്നത്. അല്ലാഹ് എന്നതിന്റെ മുമ്പ് ഫതഹോ ദമ്മോ ആണ് വരുന്നതെങ്കിൽ അർത്ഥമാക്കിയിട്ടാണ് നാം പറയുന്നത്. അത് അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത് പോലെ തർക്കീഖ്. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പ് ദമ്മ് വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തഖ്രീമാണ്. റസൂലുള്ളാഹി, അവിടെ റസൂലില്ലാഹി എന്ന് പറയാൻ പറ്റില്ല, റസൂലുള്ളാഹി. ചില ആളുകൾ കസ്റിലോട്ട് ലില്ലാഹി എന്ന് ഓതും, അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പം അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ദമ്മോ വന്നാൽ റസൂലുള്ളാഹ് അല്ലെങ്കിൽ റസൂലല്ലാഹ് എന്ന് പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. കസ്റാണ് വന്നതെങ്കിൽ തർക്കീഖാക്കി ലില്ലാഹി എന്ന് പറയുന്നത് പോലെ. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് വാഹിദമുള്ള ശബ്ദമുണ്ട്. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ ആയി പറയുന്നു. റബ്ബിൽ ആലമീൻ, അവിടെ അലിഫ് ലാം കഴിഞ്ഞതിന് ശേഷം ഐനാണ്, ഐൻ എന്ന അക്ഷരമാണ്. അപ്പം റബ്ബിൽ ആലമീനായ ഐനുണ്ടാവും. റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. കാരണം വായന ശബ്ദം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകളും വിട്ടുപോകാൻ 14ഓളം ശബ്ദങ്ങളാണ് ഫാത്തിഹ സൂറത്തിലുള്ളത്. ഒരു ശബ്ദ പോയ ഫാത്തിഹ മൊത്തം തന്നെ ആ രീതിയിലേക്കാണ് വരുന്നത്. ഫാത്തിഹ തെറ്റിയാലോ പ്രസ്ഥാനം ശരിയാവുക. അപ്പൊ ആ കാര്യം വളരെ, ഫാത്തിഹയുടെ കാര്യമെങ്കിലും വളരെ കൃത്യമായി, കാരണം നിർബന്ധമായോധന വിഷയമായതുകൊണ്ട് കൃത്യമായി പഠിക്കേണ്ട വിഷയമാണ്. അർ-റഹ്മാനി റഹീം, അർ-റഹ്മാനി റഹീം. മൂന്നാമത്തെ ആയത്ത് രണ്ട് റാവുകൾക്കും ശബ്ദമുണ്ട്. അർ-റഹ്മാനി റഹീം, രണ്ട് റാവിന്റെയും ശബ്ദ് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിട്ടുപോകാൻ പാടില്ല. അതുപോലെ ഹ ആവർത്തിച്ചു, റഹ്മാനി റഹ്മാനി റഹീം, ആ രീതിയിൽ തന്നെ ഓതണം. ഹംദിന്റെ മഹത്വം ഇന്നലെ നമ്മൾ ബിസ്മിയുടെ മഹത്വം ചെറിയ തോതിൽ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. അൽഹംദു, സർവസ്തുതികളും ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്. റബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതികളും. സർവസൃഷ്ടികളുടെയും ഉടമസ്ഥനും പരിപാലകനുമായ അല്ലാഹു, ആ അല്ലാഹു അല്ലാതെ
അല്ലാഹുവിനല്ലാതെ ഒരു പ്രശംസയും സ്തുതിയും ഒരു അഭിനന്ദനവും ഒരു അംഗീകാരവും നൽകാൻ പാടില്ല, അത് അർഹിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി നമ്മെ സൂചിപ്പിക്കുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നതിലെ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവൻ, സ്തുതിക്ക് പ്രശംസക്ക് അർഹതപ്പെട്ട ആൾ അല്ലാഹു മാത്രമാണ് എന്ന് ഇതിൽ സ്ഥിരീകരിക്കുകയാണ്. മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ ഇങ്ങനെ നീളുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അള്ളാഹു അല്ലാത്തതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയാത്തത്രയും വലുതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അതിന് സാധിക്കുകയില്ല. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലുതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ. നമ്മുടെ ശരീരത്തിലെ അവയവത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടായാൽ നമുക്ക് തിരിയും. കൃത്യമായി പ്രവർത്തിക്കുന്ന അവയവങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന്റെ ആ അവയവത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുക. അപ്പോ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ശ്വസിക്കാനുള്ള വായുവും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ആരോഗ്യവും സമ്പത്തും അറിവും എല്ലാം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹുവിനെ നാം എന്നും സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിലൂടെ നാം ചെയ്യുന്നത്. അടിമകൾ അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മഹാനായ അസ്അദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞാൻ ഒരു കവിയായിരുന്നു. ഒരിക്കൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ റബ്ബിനെ ഒരുപാട് ഹംദ് പ്രശംസിക്കാറുണ്ട്, സ്തുതി കീർത്തനങ്ങൾ പറയാറുണ്ട്, അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് അസ്അദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം അദ്ദേഹം കവിയാണ്, കവിതയിലൂടെ ഒരുപാട് ഹംദുകൾ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് എന്ന് മുത്തനബിയോട് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവനെ പ്രശംസിക്കുന്നതിനെ, ഹംദിനെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. വമാ മിൻ ശൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹംദ്, അല്ലാഹുവിലേക്ക് ഹംദിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം തന്നെയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിരിക്കുന്ന അസ്അദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നിന്റെ റബ്ബിനെ സ്തുതിക്കുക എന്നുള്ളത് അതിന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഹംദ് ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു കാര്യവും അല്ലാഹുവിന് ലോകത്ത് ഇഷ്ടമായിട്ട് മറ്റൊന്നില്ല എന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഭികാമ്യമായ ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. വഅഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ദുആകളിൽ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് എന്നതാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്നാണ്. ഹംദില്ലാത്ത പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹംദും സലാത്തും പ്രാർത്ഥനയിൽ വേണം. അത് രണ്ടുമുണ്ടെങ്കിലേ ആ ദുആ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ അൽഹംദുലില്ലാഹ് എന്നത് തംലഉൽ മീസാൻ, തുലാസിനെ നിറക്കാൻ മാത്രം വലിപ്പമുള്ള അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മീസാൻ നിറക്കണമെങ്കിൽ ഹംദ് വർദ്ധിപ്പിക്കണമെന്നർത്ഥം. ലഖൈതു ഇബ്രാഹിമ ലൈത ഉസ്രിബി ഫഖാല യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്രിഉ ഉമ്മതക മിന്നി അസ്സലാം വഅഖ്ബറുഹും ഇല അൽജന്നതി ത്വയ്യിബത തുർബ അദബത്തുൽ മാ വഅന്നഹാ തയ്യിമാനുൻ ولها ضراصها سبحان الله والحمد لله ولا إله إلا الله والله أكبر. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയെ താങ്കളുടെ സമുദായത്തോട് എന്റെ സലാം പറയണം. എന്നിട്ട് അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം, നിശ്ചയം സ്വർഗം നല്ല മണ്ണാണ്, ശുദ്ധമായ വെള്ളമാണ്, നിശ്ചയം അത് വിശാലമായതാണ് എന്ന് അവരോട് പറയണം. മാത്രമല്ല അതിലെ കൃഷിയാവട്ടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ് എന്ന് അവരോട് പറയണമെന്ന് മഹാനായിരിക്കുന്ന കരീമുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹംദിന്റെ മഹത്വം വലിയ മഹത്വമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ഖാല അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ഒരാൾ പറയുകയാണെങ്കിൽ 100 മറ, 100 പ്രാവശ്യം ഒരാൾ അൽഹംദുലില്ലാഹ് 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 എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന അഫ്ളല മിൻ 100 ഫർസിൻ യഹ്മിലു അലൈഹാ. അപ്പം ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന മഗ്‌രിബിന്റെ മുമ്പും അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയാൾക്ക് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഭാരം വഹിക്കുന്ന 100 കുതിരകളെക്കാളും, അഥവാ ദാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ 100 കുതിരയെ ദാനം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് എന്ന്, ശ്രേഷ്ഠമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർഗാവകാശികളുടെ ദിക്ർ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദിക്റാണ്. അതിനാൽ നമുക്ക് മനസ്സറിഞ്ഞ് ഹംദ് ചൊല്ലാം. എപ്പോഴൊക്കെയാണ് നാം ഹംദ് ചൊല്ലേണ്ടത്? ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഉറങ്ങി എഴുന്നേറ്റാലും ഉറങ്ങാൻ പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ചോദനല്ലേ, അൽഹംദുലില്ലാഹ് എന്ന ഒരു പ്രയോഗം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായി ഹംദ് വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതിന് കാരണമായി തീരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ഈ രണ്ട് ആയത്തുകൾ, 3 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇത് ഈ 3 ആയത്തുകളും കൃത്യമായി അക്ഷരങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി പലതവണയും പറഞ്ഞ് നല്ല കറാമത്ത് കേട്ട് അതെങ്ങനെ പറഞ്ഞ് ശരിക്കും പഠിക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് കൂടിയത് അവരുടെ ജനാബുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സബബാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. മലിക്കുൽ ജബ്ബാറായ അല്ലാഹുൽ ഖുയൂബായ റഹ്മാനുർ റഹീമായ അല്ലാഹ് ഞങ്ങളോട് ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾ